ഏതെങ്കിലും ആരെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞ ഉടനെ നമ്മൾ ദുർബലരാകരുത്. ഏതെങ്കിലും ചാനൽ എന്തെങ്കിലും വാർത്ത വന്നെന്ന് വിചാരിച്ചു ഉടനെ നമ്മൾ ദുർബലരാകരുത്. എന്തെങ്കിലും സംഭവങ്ങൾ, ഏതെങ്കിലും വൈദികരുടെ വീഴ്ചയോ ഏതെങ്കിലും വൈദികരുടെ ഒരു കുറവ് അറിഞ്ഞു, അല്ലെങ്കിൽ വൈദിക ജീവിതം ഉപേക്ഷിച്ച ഒരു വൈദികനൊരു പുസ്തകം എഴുതി, സിസ്റ്ററിന്റെ സമർപ്പിത ചെയ്ത് ഉപേക്ഷിച്ച ഒരു സിസ്റ്റർ ഒരു പുസ്തകം എഴുതി, അതൊരു സിനിമയായി വന്നു, ഉടനെ അത് കണ്ടു, അയ്യോ ഇങ്ങനെയൊക്കെയാണോ? അങ്ങനെയൊന്നും ആരും ഇളകി വശാകേണ്ട ഒരു കാര്യമില്ല. 10-50 വൈദികർ വീണ് പോയാലും, അല്ലെങ്കിൽ 10-100 സിസ്റ്റർമാർ വീണ് പോയാലും 9 ലക്ഷത്തിൽ പരം സിസ്റ്റേഴ്സ് വിശുദ്ധ ജീവിതം നയിച്ചത് സഭയിലുണ്ട്. 4,55,000 പരം വരുന്ന വൈദികര് ഇന്ന് സഭയിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതിൽ 10, 100, 500, 1000, 2000, 10,000 വൈദികർ വീണ് പോയാലും ബാക്കി എത്രയോ വൈദികര് 100% തീഷ്ണതയോടെ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ സഭയിൽ ഇന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1-2 വീണുപോയ വൈദികർ ഉപേക്ഷിച്ചവർ ചിലപ്പോൾ പുസ്തകം എഴുതി കാണും, അല്ലെങ്കിൽ 1-2 സിസ്റ്റർമാർ സമർപ്പിത ഉപേക്ഷിച്ചവർ പുസ്തകം എഴുതി കാണും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ജീവിച്ച് വിജയിച്ച് എത്രയോ വിശുദ്ധരായ വൈദികരുടെ ജീവചരിത്രങ്ങൾ നമുക്കുണ്ട്. ജീവിച്ച് വിജയിച്ച് എത്രയോ വിശുദ്ധരായ സിസ്റ്റേഴ്സിന്റെ ജീവചരിത്രങ്ങൾ നമുക്കുണ്ട്. എന്തുകൊണ്ട് അതൊന്നും എടുത്ത് വായിച്ചുകൂടാ? നിങ്ങൾക്ക് സഭയെക്കുറിച്ച് എന്തെങ്കിലും സംശയം തോന്നുമ്പോൾ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട യുവതിവാക്കന്മാരെ, നിങ്ങൾക്ക് സഭയെക്കുറിച്ച് എന്തെങ്കിലും സംശയം തോന്നുമ്പം, നിങ്ങൾക്ക് സഭയെക്കുറിച്ച് എന്തെങ്കിലും ഒരു പീഡ മനസ്സിൽ സാത്താൻ വിതച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇവരോട് ചോദിക്കാൻ നിൽക്കരുത്. നിങ്ങൾ വേഗം പോയി സഭയിൽ ജീവിച്ച് വിജയിച്ച ഒരു വിശുദ്ധന്റെ ജീവചരിത്രത്തെ വായിക്കുക. നിങ്ങൾ സഭയിൽ ജീവിച്ച് വിജയിച്ച ഒരു വിശുദ്ധയുടെ ജീവചരിത്രത്തെ വായിക്കുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സർവ്വ സംശയങ്ങളും കഴുകപ്പെടുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും.